ഹായ് ഓൾ. SGOU ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന പുസ്തകം ഇതുവരെ പഠിച്ച് തീർന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ എവിടെയും എത്തിയിട്ടില്ലാത്ത കുട്ടികൾക്ക് എക്സാമിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും ഒരു ധാരണ ഈ വിഷയവുമായി ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് പുസ്തകത്തിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസറുകൾ, അതായത് ഒറ്റവാക്കിൽ ഉത്തരം വരുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ വേഗത്തിലൊന്ന് വായിച്ചു പോവുകയാണ്. തീർച്ചയായും കുറച്ചെങ്കിലും നിങ്ങൾക്കിത് സഹായകമായി തീരും. വാട്ട് വാസ് ദി റോൾ ഓഫ് അറബ് മെർച്ചൻസ് ഇൻ യൂറോപ്യൻ ട്രേഡ് വിത്ത് ഇന്ത്യ? യൂറോപ്പും ഇന്ത്യയും തമ്മിൽ നടന്ന വ്യാപാരത്തിൽ അറബികളുടെ, അതായത് അറബ് മെർച്ചൻസിന്റെ, അറബ് വ്യാപാരികളുടെ പങ്ക് എന്തായിരുന്നു? They acted as middlemen who bought goods from India and sold them to the Europeans. ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി യൂറോപ്യന്മാർക്ക് വിറ്റ ഒരു ഇടനിലക്കാരായിട്ടാണ് അറേബ്യൻ മർച്ചൻസ് പ്രവർത്തിച്ചത്. Who were the first Europeans to discover a sea route to India? ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട്, സമുദ്രമാർഗം ആദ്യം കണ്ടെത്തിയ യൂറോപ്യന്മാർ ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് വാസ്കോ ഡ ഗാമ ഓഫ് പോർച്ചുഗൽ സെറ്റ് ഹിസ് ഫുട്ട് ഇൻ കാലിക്കറ്റ്? പോർച്ചുഗലിന്റെ വാസ്കോ ഡ ഗാമ കോഴിക്കോട് എത്തിയത് എപ്പോഴാണ്? 1498. 1498. 1500 എന്ന് ഓർത്താൽ മതി, അതിൽ നിന്ന് 2 കുറക്കുക. 1498. Which were the other European countries who reached India after the Portuguese? പോർച്ചുഗീസുകാർ വന്നതിൻ്റെ ശേഷം ഇന്ത്യയിലെത്തിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഡച്ച്, സ്പെയിൻ, ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്. അടുത്ത ചോദ്യം, who were the last among the Europeans who entered India for trade purposes during the colonial period? കൊളോണിയൽ കാലഘട്ടത്തിൽ വ്യാപാരത്തിനു വേണ്ടി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരിലെ അവസാനത്തെ യൂറോപ്യന്മാർ ആരായിരുന്നു? ആൻസർ, ബ്രിട്ടൻ ആൻഡ് ദി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. വിച്ച് റോയൽ ട്രേഡിംഗ് ഹൗസ് മാനേജ്ഡ് ദി മോണോപ്പൊളി ഓഫ് പോർച്ചുഗീസ് ട്രേഡ്? പോർച്ചുഗീസ് വ്യാപാരത്തിൻ്റെ മോണോപ്പൊളി, കുത്തക, അത് മാനേജ് ചെയ്തിരുന്ന, നിയന്ത്രിച്ചിരുന്ന രാജകീയ വ്യാപാര സ്ഥാപനം ഏതാണ്? കാസാഡെ ഇന്ത്യ. വിച്ച് പോർച്ചുഗൽ കിങ് ഇഷ്യൂഡ് എ ഡിക്രി ഓപ്പണിംഗ് അപ്പ് ട്രേഡ് ഇൻ ഇന്ത്യ ടു എനി പ്രൈവറ്റ് പോർച്ചുഗീസ് നാഷണൽ ഇൻ 1570? 1970 ഇന്ത്യയിലെ വ്യാപാരം അത് ഏത് സ്വകാര്യ പോർച്ചുഗീസ് പൗരനും നടത്താം? ഏത് സ്വകാര്യ പോർച്ചുഗീസ് പൗരനും ഇന്ത്യയിലെ വ്യാപാരം നടത്താം എന്ന് ഉത്തരവിറക്കിയ പോർച്ചുഗലിലെ കിങ് ആരായിരുന്നു? കിങ് സെബാസ്റ്റ്യൻ. When did the Portuguese replace the free trade decree by a new system of annual monopolies? ഫ്രീ ട്രേഡ് ഡിക്രി, സ്വതന്ത്ര വ്യാപാര ഉത്തരവിന് പകരം വാർഷിക കുത്തക സമ്പ്രദായം പോർച്ചുഗീസുകാർ ഏത് വർഷമാണ് അത് കൊണ്ടുവന്നത്? 1578. When was the annual contract system abandoned and the royal monopoly resumed by Portuguese? വാർഷിക കരാർ സമ്പ്രദായം അവസാനിപ്പിച്ചിട്ട് റോയൽ മോണോപ്പൊളി, രാജകീയ കുത്തക സമ്പ്രദായം പോർച്ചുഗീസുകാർ പുനഃസ്ഥാപിച്ചത് എപ്പോഴാണ്? 1597. വാട്ട് വാസ് ദി അതർ നെയിം ഓഫ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു പേര് എന്താണ്? ദി യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. വെൻ വാസ് ദി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എപ്പോഴാണ് സ്ഥാപിതമായത്? 1602. 1602. ഇനി ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. വാട്ട് വാസ് ദി മെയിൻ അജണ്ട ഓഫ് ദി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്
ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അവരുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയിൽ അവരുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ടു കമ്പീറ്റ് വിത്ത് ദി ഇംഗ്ലീഷ് ആൻഡ് ദി ഡച്ച് ട്രേഡിംഗ് കമ്പനീസ് ഇൻ ദ ഈസ്റ്റ് ഇൻഡീസ്. ഇംഗ്ലീഷ് ഡച്ച് വ്യാപാര കമ്പനികളുമായി മത്സരിക്കുക എന്നുള്ളതായിരുന്നു. ഇംഗ്ലീഷ് ഡച്ച് വ്യാപാര കമ്പനികൾ അവരുമായിട്ട് കമ്പീറ്റ് ചെയ്യുക, മത്സരിക്കുക എന്നുള്ളതായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലക്ഷ്യം. മത്സരിക്കുക എന്ന് പറഞ്ഞാൽ മത്സരിച്ച് മുന്നിലെത്തുക, അതന്നെ. വിച്ച് റൂളർ ചാർട്ടേഡ് ദി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർ ദി പർപ്പസ് ഓഫ് ട്രേഡിംഗ് ഇൻ ദി ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. കിഴക്കൻ ഭാഗത്ത് വ്യാപാരം നടത്തുന്നതിന് വേണ്ടി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചാർട്ടർ നൽകിയ ഭരണാധികാരി ആരായിരുന്നു? കിങ് ലൂയി 14. വാട്ട് ഈസ് കാർട്ടാസ് സിസ്റ്റം? കാർട്ടാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സമുദ്ര വ്യാപാരം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ നൽകിയിരുന്ന വ്യാപാര ലൈസൻസ് അല്ലെങ്കിൽ പാസ്, അവർ ഇഷ്യൂ ചെയ്ത പാസ് അല്ലെങ്കിൽ ലൈസൻസ്, അതിനെയാണ് കാർട്ടാസ് എന്ന് പറയുന്നത്. വിച്ച് were the major Portuguese settlements in India? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പോർച്ചുഗീസ് സെറ്റിൽമെന്റ്സുകൾ, പോർച്ചുഗീസ് അധിവാസ കേന്ദ്രങ്ങൾ ഏതായിരുന്നു? ഗോവ, കൊച്ചിൻ, ഡാമൻ ആൻഡ് ദിയു. ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ഏർലി സെറ്റിൽമെന്റ്, അതിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. വെൻ വാസ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് എപ്പോഴാണ്? 1600-ലാണ്. വേർ ഡിഡ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെറ്റ് അപ്പ് ദെയർ ഫസ്റ്റ് ഫാക്ടറി ഇൻ ഇന്ത്യ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ അവരുടെ ആദ്യത്തെ ഫാക്ടറി, വ്യാപാര കേന്ദ്രം, ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? സൂറത്ത്. Third question. Which ruler transferred Bombay to the company in 1688? 1688 ബോംബെ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറിയ ഭരണാധികാരി ആരായിരുന്നു എന്നാണ്. ഉത്തരം ചാൾസ് രണ്ടാമനാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബോംബെ കൈമാറിയത്. ഇവിടെ നമുക്കൊരു ചെറിയ കാര്യം മനസ്സിലാക്കാണ്ട്, ചരിത്രപരമായിട്ടുള്ള ഒരു സംഗതി മനസ്സിലാക്കാണ്ട്. അതായത് ഈ ബോംബെ, ഇപ്പൊ മുംബൈ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ബോംബെ, ഇതാദ്യം പോർച്ചുഗീസിന്റെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു. പോർച്ചുഗീസിന്റെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പോർച്ചുഗീസ് രാജകുമാരിയായിട്ടുള്ള കാതറിൻ ഓഫ് ബ്രഗാൻസ എന്ന ആ രാജകുമാരിയെ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവാണ് കല്യാണം കഴിച്ചത്. പോർച്ചുഗീസ് രാജകുമാരിയെ ചാൾസ് രാജാവ് കല്യാണം കഴിച്ചു. അപ്പോൾ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് പോർച്ചുഗീസ് രാജകുമാരിക്ക് അവരുടെ സ്ത്രീധനമായിട്ട് ചാൾസ് രാജാവിന് നൽകിയതാണ് ബോംബെ എന്ന സ്ഥലം, ബോംബെ. അങ്ങനെ ചാൾസ് രാജാവിന് കിട്ടിയ ഈ ബോംബെ ഉണ്ടല്ലോ, അത് 1661 ഇവരുടെ വിവാഹം കഴിഞ്ഞത്. പിന്നെ അവിടുന്ന് 7 വർഷം കഴിഞ്ഞ് 1668 ഈ ചാൾസ് രാജാവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ ബോംബെ വാർഷിക വാടകക്ക് കൊടുത്തു. പക്ഷെ ഈ 1668 എന്നാണ് ശരിക്ക് അതിൻ്റെ ഹിസ്റ്ററിയിലുള്ളത്. പക്ഷെ നമ്മുടെ പുസ്തകത്തിലുള്ളത് 1688 എന്നാണ്, 88 എന്നാണ് പുസ്തകത്തിലുള്ളത് പോലെ എഴുതിയാൽ മതിയാവുന്ന എനിക്ക് തോന്നുന്നത്. ഏതായാലും സംഗതി ഇതാണ്. ഈ ചാൾസ് രാജാവ് ഖാദറിനെ കല്യാണം കഴിച്ചപ്പോൾ സ്ത്രീധനായിട്ട് ബോംബെ ഈ രാജാവിന് കൊടുത്തു.
പിന്നീട് 1668 അല്ലെങ്കിൽ 88 ഈ ചാൾസ് രാജാവ് എന്ത് ചെയ്ത് ഈ ബോംബെയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വാർഷിക വാടകക്ക് അങ്ങനെ വാടക നിശ്ചയിച്ച് കൊടുത്ത് പിന്നീട് അതിനുശേഷം ഈ ബോംബെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന വ്യാപാര കേന്ദ്രമായി മാറി എന്നതാണ്. Where were the three important factories of the English East India Company located during the 1700s? 1700കളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മൂന്ന് പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു? മദ്രാസ്, ബോംബെ ആൻഡ് കൽക്കട്ട. Which Mughal ruler issued a trade license granting the British East India Company permission to live and trade in the Mughal Empire? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മുഗൾ സാമ്രാജ്യത്തിൽ താമസിക്കാനും ട്രേഡ് നടത്താനും അനുമതി നൽകുന്ന വ്യാപാര ലൈസൻസ് നൽകിയ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? 6th question. When did the Battle of Wandiwash happen and who was defeated in it? വാണ്ടിവാഷ് യുദ്ധം നടന്നത് എപ്പോഴാണ്? അതിൽ ആരാണ് പരാജയപ്പെട്ടത്? 1760 ഫ്രഞ്ചുകാരാണ് അതിൽ പരാജയപ്പെട്ടത് വാണ്ടിവാഷ് യുദ്ധത്തിൽ. When did the Battle of Plassey happen and who was defeated in it? പ്ലാസി യുദ്ധം നടന്നത് എപ്പോഴാണ്? അതിൽ ആരാണ് പരാജയപ്പെട്ടത്? 1757 1757 സിറാജുദ്ദൗല അദ്ദേഹമാണ് പരാജയപ്പെട്ടത്. When did the Battle of Buxar happen and who was defeated in it? ബക്സാർ യുദ്ധം നടന്നത് എപ്പോഴാണ്? അതിൽ ആരാണ് പരാജയപ്പെട്ടത്? 9ാമത്തെ ചോദ്യം. Which treaty concluded the first Carnatic War? ഒന്നാം കർണാടക യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? ഉത്തരം നിങ്ങൾ നോക്കുക. Who was the Governor General of French India? Who was the Governor General of French India during the Second Carnatic War? രണ്ടാം കർണാടക യുദ്ധം കർണാട്ടിക് വാർ നടക്കുമ്പോൾ ഫ്രഞ്ച് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? 11th question. Who signed the Treaty of Pondicherry? പോണ്ടിച്ചേരി ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? Who won the Third Carnatic War? Who won? ആരാണ് വിജയിച്ചത്? മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ആരാണ്? When was the French East India Company formed? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? Where did the French East India Company establish their trade centers? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ട്രേഡ് സെന്ററുകൾ വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയെല്ലാമാണ് സ്ഥാപിച്ചത്? എവിടെയൊക്കെയാണ് സ്ഥാപിച്ചത്? Which French governor captured മദ്രാസ്? മദ്രാസ് ക്യാപ്ചർ ചെയ്ത് പിടിച്ചടക്കിയ ഫ്രഞ്ച് ഗവർണർ ആരായിരുന്നു? When did the War of Austrian Succession end? Austrian Succession end. ഓസ്ട്രിയൻ അനന്തരാവകാശത്തെ ചൊല്ലിയുള്ള യുദ്ധം അവസാനിച്ചത് എപ്പോഴാണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഓസ്ട്രിയൻ സക്സഷൻ വാർ എന്ന് പറഞ്ഞാൽ ഒരു പിൻഗാമിത്ത അല്ലെങ്കിൽ ഈ അനന്തരാവകാശത്തിന് വേണ്ടി മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞാൽ ഈ ഓസ്ട്രിയയിലെ രാജാവ് ചക്രവർത്തിയായിരുന്ന ചാൾസ് ആറാമൻ 1740 അയാൾ മരണപ്പെട്ടു. അയാൾക്ക് ആൺമക്കൾ ഉണ്ടായിരുന്നില്ല. അയാളുടെ മകൾ മരിയ തെരേസ എന്നാന്ന് തോന്നുന്നുണ്ട് അവരുടെ പേര്. അവര് ഈ അച്ഛൻ്റെ അനന്തരഗാമിയായി അവർക്ക് അധികാരം വേണമെന്ന് അവർ വാദിച്ചു. മാത്രമല്ല ഈ അച്ഛൻ ചാൾസ് ആറാമൻ മരിക്കുന്നതിന് മുമ്പ് ഈ അനന്തരാവകാശിയെ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ
പലതും അതിന് സമ്മതിച്ചില്ല. വിസമ്മതിച്ച രാജ്യങ്ങളുണ്ട്, ഈ രാജകുമാരിയുടെ ഭാഗത്ത് നിന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്തവരുണ്ട്. ഏതായാലും ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായി നടന്ന യുദ്ധത്തിനെയാണ് വാർ ഓഫ് ഓസ്ട്രിയൻ സക്സഷൻ എന്ന് പറയുന്നത്. ഈ ഓസ്ട്രിയൻ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അനന്തരമായിട്ടുള്ള അധികാരത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം എന്നറിയപ്പെടുന്നത്. അത് അവസാനിച്ചത് എപ്പോഴാണ് എന്നാണ്. വിച്ച് ഫ്രഞ്ച് ഗവർണർ സൈൻഡ്, ഏത് ഫ്രഞ്ച് ഗവർണറാണ് സൈൻ ചെയ്തത്, ഒപ്പുവെച്ചത്, സീക്രട്ട് ട്രീറ്റീസ് വിത്ത് മുസഫർ ജംഗ് ആൻഡ് ചന്ദ സാഹിബ്. ചന്ദ സാഹിബായിട്ടും മുസഫർ ജംഗുമായിട്ടുള്ള ഉടമ്പടികൾ, എന്താണ് സീക്രട്ട് ട്രീറ്റീസ്, രഹസ്യ ഉടമ്പടികൾ ഒപ്പുവെച്ച ഫ്രഞ്ച് ഗവർണർ ആരായിരുന്നു? Which region was given by Salabat Jung to the French company? ഫ്രഞ്ച് കമ്പനിക്ക് സലബത്ത് ജംഗ് നൽകിയ പ്രദേശം ഏതാണ്? Which was the capital of Carnatic? കർണാടകയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? And who captured it? അത് പിടിച്ചടക്കിയത് ആരാണ്? Which European war corresponds to the third Carnatic war? മൂന്നാം കർണാടക യുദ്ധത്തിന് സമാനമായിട്ടുള്ള യൂറോപ്യൻ യുദ്ധം ഏതാണ്? Who defeated Count de Lally in the Battle of Wandiwash? വാണ്ടിവാഷ് യുദ്ധത്തിൽ കൗണ്ട് ഡി ലാലിയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? When did the Battle of Wandiwash happen? വാണ്ടിവാഷ് യുദ്ധം നടന്നത് എപ്പോഴാണ്?